പ്രകടന പത്രികകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. BJP അതിഗംഭീരമായ കളർ പേജിലുള്ള മനോഹരമായ 120 പേജുള്ള ഒരു വലിയ പ്രകടന പത്രിക BJP ഇന്നലെ ഇറക്കി. അത് രാജീവ് ചന്ദ്രശേഖരും 2020യും സാബു ജേക്കബും തുഷാർ വെള്ളാപ്പള്ളി എല്ലാവരും കൂടി ഇന്നലെ പുറത്തിറക്കി. LDFിൻ്റെ പ്രകടന പത്രിക നാളെ കോഴിക്കോട് പുറത്തിറങ്ങും. UDFിൻ്റെ പ്രകടന പത്രിക വരുന്നു. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ 11/10/2018 ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മലയാള മനോരമയിലെ ഒരു പോസ്റ്റുണ്ട്, അത് നമ്മൾ ഈ പോസ്റ്റിനകത്ത് ഇടുന്നുണ്ട്. അന്ന് PS ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, പ്രകടന പത്രിക ഒരു കോമഡിയല്ലേ? രസകരമാണ്, കോമഡിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ ആരെങ്കിലും കാര്യമായി എടുക്കുമോ? എൻ്റെ ചോദ്യമല്ല, PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. അദ്ദേഹം പിന്നെ ഗവർണറൊക്കെ ആയ ആളാണ്. എടുക്കും. തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി ബന്ധമില്ല. അന്ന് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. പെട്രോൾ വില 50 രൂപ ആക്കുമെന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വളരെ രസകരമാണ്. ഇനി കഴിഞ്ഞ കാലത്ത് നടത്തിയ തിരഞ്ഞെടുപ്പുകൾ 10 വർഷം ഭരിച്ച LDFിൻ്റെ പഠന പത്രം മാത്രം ചിന്തിച്ചാൽ മതി. എന്തെല്ലാം ഉടായ്പകളാണ് പറഞ്ഞത്. 2500 രൂപ പെൻഷൻ കൊടുക്കും. ഇപ്പം 3000ആണ് പറയുന്നത്. 2500 രൂപ കൊടുക്കുമെന്ന്. ഇതുവരെ 2000 രൂപ കൊടുത്തുള്ളൂ. അത് തന്നെ ലാസ്റ്റ് സ്പെല്ലിലാണ് ഈ 2000. ബാക്കി 1000, 1600 എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സ്പെല്ലിലാണ് 4-5 മാസം 2000ത്തിലേക്ക് പോയത്. അത് ഒന്നാമത്തെ വിഷയം. 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തു. എവിടെയാണെന്നറിയോ? വിദേശത്ത് പൊക്കോളാൻ പറഞ്ഞു. നല്ല പരിശീലനം നടത്തിയിട്ട് പറഞ്ഞു ഇന്ത്യയിലെ മറ്റ് കമ്പനികൾ തേടിപ്പൊക്കോളാം. തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ നല്ല പരിശീലനം കൊടുത്തിട്ട് പറഞ്ഞു ആപ്പിൾ പോലുള്ള കമ്പനികൾ 13,000 രൂപയ്ക്ക് പിള്ളേരെ എടുക്കുന്നുണ്ട്. സൊമാറ്റോ, സ്വിഗ്ഗി, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങളിലേക്ക് വാളയാർ ചുരം വിട്ട് അപ്പുറത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിള്ളേരെല്ലാം അപ്പുറത്ത് പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ 25 ലക്ഷം പേർക്ക് ജോലി കൊടുത്തു. കേരയിൽ കൊണ്ടുവരും. എവിടെ? തീരദേശ റെയിൽവേ കൊണ്ടുവരും. എവിടെ? മലയോര ഹൈവേ കൊണ്ടുവരും. എവിടെ? മലയോര റെയിൽവേ കൊണ്ടുവരും. എവിടെ? ക്വാറികൾക്ക് ഗവൺമെൻറ് ഏറ്റെടുക്കും ക്വാറികളെല്ലാം. എവിടെ? പ്രത്യേക ലൈസൻസും ലീസും ഒക്കെ ഏർപ്പെടുത്തും. നിയമങ്ങൾ കൊണ്ടുവരും ക്വാറികൾക്ക്. പരിസ്ഥിതി സൗഹൃദമായിരിക്കും. ഇങ്ങനെ 100 കണക്ക് കോമഡികളാണ് പ്രകടന പത്രികയിൽ കഴിഞ്ഞ 10 വർഷമായി LDF പറഞ്ഞത്. ആ കോമഡിയുടെ ബാക്കി പത്രമായിരിക്കും ഇപ്രാവശ്യം പറയാൻ പോകുന്നത്. അത് പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശയ്ക്ക് ഒരാൾ പറഞ്ഞു, BJPക്ക് ഇപ്പോൾ എന്തുവേണം പറയാം, തുഞ്ചത്തെഴുത്തച്ഛന് സ്മാരകം ഉണ്ടാക്കുമെന്ന് വരെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉടനെ അധികാരത്തിൽ വരാൻ പോകണില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് പറയാൻ പ്രയാസമൊന്നുമില്ല. മനപ്പായസത്തിൽ എന്തിനാണ് മധുരം കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ സ്വപ്നത്തിന് എന്തിനാണ് സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്നത് എന്നുള്ള ഒരു രൂപത്തിൽ BJP അങ്ങനെ കാണുന്നു. പക്ഷേ UDF LDFും UDF ഇതിൻ്റെ ഇടയ്ക്ക് 5 ഗ്യാരണ്ടി കയറി വയ്ക്കുകയും ചെയ്തു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുള്ള 5 ഗ്യാരണ്ടി. ഒന്ന് 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ്, അവർ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ബസ്സിൽ, പിന്നെ അതുപോലെ തന്നെ 1000 രൂപ വീതം വീട്ടിലിടുന്ന പരിപാടി, ഇങ്ങനെ സീനിയർ സിറ്റിസൺ വകുപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 4-5 കാര്യങ്ങൾ UDFും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാവുമോ എന്നുള്ളത് ജനാധിപത്യത്തിലെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ അല്ലെങ്കിൽ UKയിലോ അമേരിക്കയിലോ നടക്കും പോലെ ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ പറയാൻ കഴിയില്ല. ഇനി ഒരു നിയമം ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. കർശനമായി ഇലക്ഷൻ കമ്മീഷൻ, ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ആ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ മുന്നണിക്ക് മത്സരിക്കാൻ കഴിയില്ല. എത്ര മനോഹരമായിരിക്കും. അപ്പം മര്യാദയ്ക്കുള്ള കാര്യങ്ങൾ പറയും. ഇത് മധുര മനോഹര മനോജ്ഞ സുന്ദരമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് പറയുകയും ഇതൊന്നും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ, ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്, തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞത്, പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്, പിന്നെ അംഗനവാടികൾ ഹൈടെക് ആക്കും, പിന്നെ ആശാ വർക്കേഴ്സിന് ശമ്പളം കൂട്ടി കൊടുക്കും, സകലവരെ മോഹിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കും. എവിടെ? പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ. ഇതൊന്നും നടപ്പിലാക്കില്ല. അപ്പോൾ പിന്നെ വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ മാനിഫെസ്റ്റോ പുതുക്കും. മഴവെള്ള സംഭരണം വ്യാപകമാക്കും, ഭൂജല പരിപോഷണം കൃത്യമാക്കും, നീർത്തടാധിഷ്ഠിത വികസനം, അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, പരിസ്ഥിതി രംഗത്ത് നീർത്തടാധിഷ്ഠിത വികസനം കൃത്യമായി കൊണ്ടുവരും. റിവർ ബേസിനുകൾ കൊണ്ടുവരും. റിവർ ബേസിൻ അതോറിറ്റികൾ, റിവർ ബേസിൻ കൊണ്ടുവരുമെന്നല്ല, റിവർ ബേസിൻ അതോറിറ്റികൾ കൊണ്ടുവരും. പിന്നെ വെള്ളായണിക്കായൽ, ശാസ്താംകോട്ടക്കായൽ പോലുള്ളതിനെ സംരക്ഷിക്കാൻ കായൽ അതോറിറ്റികൾ കൊണ്ടുവരും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രകടന പത്രികകൾ 3 പേരുടെയും പ്രകടന പത്രികകൾ എടുത്ത് വായിച്ചാൽ
നമ്മൾ ആ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ ചത്തുപോകും. കാരണം പിന്നെ സ്വർഗമാണെന്നേ അവർ വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്നവർ വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളം അങ്ങ് സ്വർഗമാകും. വേറെ സ്വർഗത്തിൽ പോകേണ്ട കാര്യമില്ല. അത്ര മനോഹരമായ പ്രകടന പത്രികകളാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 10 വർഷം ഭരിച്ചുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക, 10 വർഷത്തെ പ്രകടന പത്രിക, 2 പ്രകടന പത്രിക എടുത്തു വെച്ച് വായിച്ചാൽ തന്നെ അതിൽ പറഞ്ഞ മഹാഭൂരിപക്ഷം കാര്യവും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. അപ്പോൾ പുതിയ നിയമം തന്നെ രാജ്യത്ത് വരേണ്ടിയിരിക്കുന്നു. പ്രകടന പത്രികയിൽ കൂടുതൽ കാര്യങ്ങൾ പറയണ്ട, പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയമം വയ്ക്കണം. അങ്ങനെ നടപ്പിലാക്കാത്ത മുന്നണികൾക്ക് മത്സരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മര്യാദയ്ക്കുള്ള കാര്യങ്ങൾ വയ്ക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ആളുകളെ, സ്ത്രീകളെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, മുതിർന്നവർ, സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഇ ഗവേണൻസ് നടപ്പിലാക്കും. പറഞ്ഞതാണ്. എന്ത് ഇ ഗവേണൻസ്? കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് അറ്റത്ത് കിടപ്പുണ്ട്. ഫോൺ നടപ്പിലാക്കും. ഇങ്ങനെ പിന്നെ ഇൻ്റർനെറ്റ് എല്ലാവർക്കും സൗജന്യമാക്കും. ഇങ്ങനെ തുടങ്ങി കേട്ടാൽ ഞാൻ എല്ലാം ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. ഇതെടുത്ത് വെച്ചിട്ടല്ല പറയുന്നത്, എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. കാരണം അതൊക്കെ അന്ന് കേട്ടപ്പോൾ ശരിക്കും രോമാഞ്ചം ഉണ്ടായി. ഈ ഗവൺമെൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളം സ്വർഗത്തിലേക്ക്, അമേരിക്കയൊക്കെ വെല്ലുന്ന സ്വർഗമാകുമെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളെ മാതൃകാ കേന്ദ്രങ്ങളാക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാതൃകാ വിദ്യാഭ്യാസം നമുക്ക് പിന്നെ വിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ പിന്നെ അന്താരാഷ്ട്ര സ്ഥാപനം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കേരളത്തിലെ സ്കൂളുകളെ കൊണ്ടുപോകും. ഇങ്ങനെ തുടങ്ങി എല്ലാം അടി മുതൽ മുടി വരെ സകലതിനും പറഞ്ഞു കളഞ്ഞു, ഒപ്പിച്ചൊപ്പിച്ച് പറഞ്ഞു കളഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ നമുക്ക് സങ്കടവും കരച്ചിലും കണ്ണുനീരും സന്തോഷവും ആനന്ദക്കണ്ണീരും എല്ലാം കൂടി ഒന്നിച്ചാണ് വന്നത്. പക്ഷെ എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു. ഇപ്പോൾ ഇത് കേട്ടാൽ രസകരമായിട്ടുണ്ട്. നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിലാണ് പ്രകടന പത്രികകൾ വരുന്നത്. ഇപ്പോഴും ഈ പറയുന്ന സമയത്തും പ്രകടന പത്രികകൾ, മനോഹരമായ 3 പ്രകടന പത്രികകൾ വരുന്നുണ്ട്. അതിൽ 2000 രൂപ 2500 രൂപ കൊടുക്കാൻ പറ്റാത്തവരാണ് 3000 രൂപ കൊടുക്കുമെന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിൽ കൂപ്പും കുത്തി, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൂപ്പ് കുത്തി, മൂക്ക് കുത്തി, അവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ശമ്പളം കൊടുക്കാൻ പൈസയില്ലാതെ വളരെ ദാരിദ്ര്യത്തിൽ പോകുന്നു. എന്നാലും സൗജന്യമാക്കും. ഇങ്ങനെ കേട്ടാൽ സുഖകരമാണെന്ന് തോന്നുന്നെങ്കിലും ചെയ്യാൻ പ്രയാസമുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകടന പത്രികകളിലൂടെ പുറത്തു വരുന്നു. അപ്പോൾ നമുക്ക് ശ്രീധരൻപിള്ളയിൽ തുടങ്ങി ശ്രീധരൻപിള്ളയിൽ അവസാനിപ്പിക്കാം. ഇതിലൊന്നും ഒരു കാര്യമില്ല. പ്രകടന പത്രികയിൽ പലതും പറയും, അത് വാഗ്ദാനങ്ങളാണ്. അത് കേട്ട് ആര് വോട്ട് ചെയ്യാൻ നിൽക്കണ്ട. അത് അതിൻ്റെ വഴിക്ക് പോകും. നമുക്ക് നമ്മുടെ വഴിക്ക് ഒരു ജനാധിപത്യ ചിന്തയിൽ നമുക്ക് വോട്ടുകൾ നിർവഹിക്കാം.